ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മുടെ കുബോട്ട 30 2018 വണ്ടിൻ്റെ റേഡിയേറ്റർ ക്ലീനിങ്ങും ഫാൻ ബെൽറ്റ് ടൈറ്റ് ആക്കുന്നതാണ്. നമ്മൾ ടെമ്പറേച്ചർ ഒരുപാട് പ്രാവശ്യം കൂടുന്നുണ്ട് ചെക്കൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാനൊക്കെ പറയുന്നുണ്ടായി റേഡിയേറ്റർ ചെക്ക് ആക്കുന്നുള്ളത്. പക്ഷേ ഞാൻ ഇന്നാണ് വണ്ടീൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ റേഡിയേറ്റർ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ആ റേഡിയേറ്ററൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫാൻ ബെൽറ്റ് ചെക്കൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവന് 2 ദിവസം മുന്നേ ടൈറ്റ് ആക്കിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ നോക്കുമ്പോൾ ഫാൻ ബെൽറ്റ് ലൂസ് ഉണ്ടായി. എല്ലാ വാഹനങ്ങളിലും റേഡിയേറ്ററിന് മെയിൻ ഒരു റോളുണ്ട്. സോ എഞ്ചിൻ്റെ ഹീറ്റ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കൂളാക്കിയിട്ട് കൂൾ വാട്ടർ എഞ്ചിൻ ബ്ലോക്കിലേക്ക് വിടുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. നമ്മൾ ഓവർ ഹീറ്റ് ആകുമ്പോൾ എഞ്ചിൻ സീസ് ആവാനുള്ള ചാൻസസ് കൂടി ഉണ്ടാവും. സോ നമ്മൾ ടെമ്പറേച്ചർ ഹൈ ആയെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചെക്ക് ആക്കേണ്ട കാര്യം വന്നിട്ട് റേഡിയേറ്ററിൽ ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ആക്കണം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാൻ ബെൽറ്റാണ് രണ്ടാമത് ചെക്ക് ആക്കേണ്ടത്. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ എഞ്ചിൻ ഹീറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. എഞ്ചിൻ ഹീറ്റായാൽ വണ്ടിൻ്റെ എല്ലാ പെർഫോമൻസും ഡൗൺ ആവും. ഫാൻ ബെൽറ്റ് ടൈറ്റ് ആക്കാൻ നമുക്ക് ഒരു ടെൻഷനർ ഉണ്ട്. പക്ഷേ ടെൻഷനർ ഡയറക്റ്റ് ലൂസാക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പുല്ലി ലൂസാക്കിയിട്ട് വേണം ഈ ടെൻഷനർ ലൂസാക്കാൻ. ടെൻഷനർ ഇവിടെ ലൂസാക്കുന്നവരും അതിൻ്റെ ബെൽറ്റ് ടൈറ്റ് ആവുന്നതായിരിക്കും. ടൈറ്റ് ആയി കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഈ 12 സൈസ് നെട്ടാണ് വരുന്നത്. 12 സൈസ് നെട്ട് ടൈറ്റ് ആക്കിയിട്ട് ഉള്ളിലത്തെ വീല് നല്ലോണം ടൈറ്റ് ആക്കാൻ മറക്കരുത്. ഉള്ളിൽ ഒരു പുല്ലി വീലുണ്ട്. ആ പുല്ലി വീല് ടൈറ്റ് ആക്കുന്നതോടെ പരിപാടി കഴിഞ്ഞ്. അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രോളിക് ഓയിൽ കൂളറും നമ്മൾ ഇടയ്ക്ക് നല്ലോണം നോക്കിയിട്ട് ക്ലീൻ ആക്കണം. അത് ഹീറ്റ് ആയാലും കൂടി നമുക്ക് കറക്റ്റ് പെർഫോമൻസ് കിട്ടൂല വണ്ടിയിൽ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.